ഞാൻ ഈ അക്കാദമിക് അഗ്രശാലകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അക്കാദമിക വ്യവഹാരങ്ങളെക്കുറിച്ച്, സെമിനാറുകളെക്കുറിച്ച്, നമ്മുടെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, കോൺഫറൻസുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും അതേ തോന്നൽ ബാക്കിയൊക്കെ ഉണ്ടാവും, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന തോന്നൽ. എനിക്ക് തോന്നി ചില ടെക്സ്റ്റുകളുടെ സഹായത്തോടു കൂടെ, ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ചില തത്വചിന്തകരുടെ സഹായത്തോടു കൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നേരത്തെ പറഞ്ഞ അക്കാദമിക് വൈറ്റ്നസ്സിനെ കുറിച്ച് തന്നെ. ഈ പുസ്തകം എറിൻ മാനിങ്ങിൻ്റെ ഫോർ എ പ്രാഗ്മാറ്റിക്സ് ഓഫ് ദ യൂസ്ലെസ് എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതിൽ മാനിങ്, അതിലൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് പ്രാക്ടീസിങ് ദ സ്കിസ് എന്നുള്ളതാണ്. അതിൽ മാനിങ് പറയുന്നൊരു സംഗതി എന്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ ക്ലാസ് മുറിയുടെ കവാടം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ടാവില്ല. അതേപോലെ നിരനിരയായി വച്ചിരിക്കുന്ന ബെഞ്ചുകൾ, അതിലിരിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ പൊസിഷൻ, ഇതെന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. പലപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വളരെ ഈസായിട്ടൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കടന്നുപോയ അത്രയും എളുപ്പത്തിലായിരിക്കില്ല മറ്റ് പലരും അത് കടന്നുപോയത്. അവിടെ ഒരു ത്രഷോൾഡ് ഉണ്ട്, അവിടെ ഒരു കവാടമുണ്ട്. ഈ കവാടത്തെ കടന്നു പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു എവരിബഡി. എല്ലാവർക്കും അത് ഈസിയല്ല. ഓരോ മനുഷ്യർക്കും അത് ഓരോ രീതിയിലായിരിക്കും ഈ കവാടത്തെ കടന്നു പോവുക. എന്താണ് മാനിങ് പറയുന്നത്? ഞാൻ വായിക്കാൻ നോക്കാം. എ ക്രോസിംഗ് ഓഫ് ദ ത്രഷോൾഡ് ഈസ് നെവർ എ സിമ്പിൾ വാക്കിംഗ് അക്രോസ്. ടു ഹാവ് ഈവൻ കം അക്രോസ് ദ ത്രഷോൾഡ് ഈസ് ടു ഹാവ് ഫെൽറ്റ് ദ പുൾ ഓഫ് വാട്ട് ക്യാൻ ട്രാൻസ്പയർ on the other side. An institutional threshold promises many things. In a hospital, it can mean care. In a university, it can mean learning. In a house, it can mean accommodation. ഓരോ സ്ഥലത്തും ഉള്ള ഇത്തരം കവാടങ്ങൾ കടക്കുമ്പോൾ അത് ഓരോന്നാണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൻ്റെ കവാടമാണ് നിങ്ങൾ കടക്കുന്നതെങ്കിൽ അത് ആ കവാടങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനനുസരിച്ച് മെരുങ്ങുകയും സ്വയം മെരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കെയർ കിട്ടും. അതേപോലെ തന്നെ ഒരു ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ സർട്ടൻ ത്രഷോൾഡ്സ് വി ഹാവ് ടു ക്രോസ്. അതേപോലെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിലും പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കില്ല. ഇവിടെ വീണ്ടും പറയുന്നു, if you are indigenous and living on the street, the hospital threshold may not even appear. You know you are not considered treatable or in too many cases truly human. നിങ്ങളൊരു ഒരു ഒരു സ്ട്രീറ്റിൽ, തെരുവിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹോസ്പിറ്റൽ ത്രഷോൾഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഇങ്ങനെയുള്ള ത്രഷോൾഡ് ഒന്നും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുക പോലും ചെയ്യില്ല. അത് നിങ്ങളുടെ ലിമിറ്റിൻ്റെ അപ്പുറമാണ്. നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. നമ്മുടെ സംസാരിക്കുന്ന യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ബെഞ്ചുകളെക്കുറിച്ച്, ഡെസ്കുകളെ കുറിച്ചിട്ട് എന്തിനെങ്കിലും കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നോക്കൂ, എ യൂണിവേഴ്സിറ്റി ക്ലാസ് റൂം യൂഷ്വലി ഹാസ് എ സെറ്റ് ഓഫ് ഡെസ്ക്സ് ആൻഡ് വിത്ത് ദാറ്റ് കംസ് എ ഡയറക്ഷനാലിറ്റി. ഡെസ്ക്സ് point towards a board, toward a podium, creating a posture hierarchically predetermined. Everyone in their place. Attention is focused on
What happens at the front? All eyes on the professor. The back rows can be a refugee, but an assumption reigns that sitting at the back is for the disinterested and by extension the less engaged. നോക്കൂ, ഓരോന്നും നിങ്ങളോട് ഈ സ്ഥലത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും തള്ളിവിടുന്നുണ്ട്. നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറ്റൻഷൻ ടീച്ചറിലേക്ക് മാത്രമായിരിക്കും. അതുപോലെ ബാക്ക് ബെഞ്ചിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്, ഏറ്റവും ഡിസെൻഗേജ്ഡ് ആയ, ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയ സ്റ്റുഡൻസ് ആണ് എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പലപ്പോഴും നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ത്രഷോൾഡ് എന്ന് പറയുന്നത് കാണാൻ പോലും കഴിയില്ല. എല്ലാവർക്കും ഇത് നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഈസിയായ ഒന്നല്ല. ഒരു കോൺഫറൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളോട് ഏറ്റവും സംസാരിക്കാൻ കഴിയുന്ന, ഏറ്റവും സ്മാർട്ടായ, എൻഗേജിങ് ആയ കുട്ടികളെയാണ് ക്ലാസ് റൂമിലും മറ്റെല്ലാ സ്ഥലത്തും അത് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിങ്സിൽ നമുക്ക് എങ്ങനെ ഒരു സ്കിസ്, ഒരു വിടവ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാക്ടീസ്. ദാറ്റ് ഈസ് വാട്ട് മാനിങ് മീൻ ബൈ പ്രാക്ടീസിങ് ദ സ്കിസ്. എങ്ങനെ ഈ പറയുന്ന ക്ലാസ് മുറികളിൽ ഒരു വിടവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന ത്രഷോൾഡ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി മറന്നുപോകുന്ന ത്രഷോൾഡ്, കടമ്പകൾ, കവാടങ്ങൾ അവിടെ ഉണ്ട്. ചില മനുഷ്യർ വളരെ എളുപ്പത്തിൽ ഇത്തരം കടമ്പകൾ കടന്നു പോകും. ചില മനുഷ്യർ ഈ കടമ്പകളിൽ തട്ടി വീഴും. ചില മനുഷ്യർ ഇത് വളരെ ബുദ്ധിമുട്ടി വേച്ച് കടന്നു പോകും എന്നുള്ളതാണ്.